ചിത്ര അക്കാദമിയിൽ പുതിയ ഭാരവാഹികളെ നിയമിച്ച വിവരം അറിയിച്ചില്ലെന്ന മുൻ ചെയർപേഴ്സൺ പ്രേംകുമാറിന്റെ പ്രതികരണത്തിൽ പ്രതികരിച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായി സർക്കാരിന് പുതിയ ഭാരവാഹികളെ നിയമിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതനുസരിച്ചാണ് തീരുമാനിച്ചത്. ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നതിന് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പ്രേംകുമാറിനോട് ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ പറഞ്ഞു കാണും എന്നാണ് കരുതിയത്. താൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു. പ്രേംകുമാറിനോട് പറയേണ്ട ഉത്തരവാദിത്തം അക്കാദമി ഭാരവാഹികൾക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമ പ്രവർത്തകരോടായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇത് സാധാരണ പ്രക്രിയയാണെന്നും മന്ത്രി പറഞ്ഞു. ചലച്ചിത്ര അക്കാദമിയിൽ പ്രേംകുമാർ 3 വർഷം വൈസ് ചെയർമാനായും 1.5 വർഷം ചെയർമാനായും സേവനം അനുഷ്ഠിച്ചു. അത് ചെറിയ കാര്യമല്ല. ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് പ്രേംകുമാർ എവിടെയാണ് അഭിപ്രായം പറഞ്ഞത് എന്ന് തനിക്കറിയില്ല. അതിന്റെ പേരിലാണെങ്കിൽ പ്രേംകുമാറിനെ നേരത്തെ തന്നെ മാറ്റാമായിരുന്നല്ലോ. പ്രേംകുമാർ ക്രിസ്റ്റൽ ക്ലിയറായ ഇടതുപക്ഷക്കാരനാണ്. ചലച്ചിത്ര അക്കാദമിക്ക് നൽകിയത് മികച്ച സേവനമാണെന്നും സർക്കാർ അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിഗണിച്ചെന്നും മന്ത്രി പറഞ്ഞു. 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രേംകുമാറിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും പരിഭവമുള്ളതായി തോന്നിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ചലച്ചിത്രമേളയുടെ നടത്തിപ്പ് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരും ചേർന്നാണ് മേള നടത്തിയത്. ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം ഒരു കല്ലുകടിയുമില്ലാതെ നടക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതെ, സൗമ്യമുള്ള കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേ? ആ ബ്രോക്കർ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നു. അവളുടെ ആ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കുന്നു. അതെങ്ങനെ? റിച്ച് വാലി ടൂറിസിൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതാണ്. ആഹാ, ഞാൻ മനസ്സിൽ കണ്ടു, നിങ്ങൾ മാനത്ത് കണ്ടു അല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഞങ്ങളുണ്ട്. ചെറിയ നിക്ഷേപത്തിലൂടെ വലിയ സമ്പാദ്യം. റിച്ച് വാലി ടൂറിസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, പേർഷ്യൻ ടവേഴ്സ്, ഒളിയോരം, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 0487 20 80856. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.